ഭീതിയൊഴിയാത്ത രാത്രികളില്ല ചാലക്കോട് നിവാസികൾക്ക്. മാരകായുധങ്ങളുമായി മോഷ്ടാക്കൾ പതിവായി എത്തുകയാണ്. അസീന മൻസിലിൽ അഹമ്മദ് സഹനാസിന്റെ വീട്ടിലാണ് അവസാനം മോഷ്ടാക്കളെത്തിയത്. പുലർച്ചെ 4 മണിയോടെ എത്തിയ സംഘം വാതിൽ തകർക്കാൻ ശ്രമിച്ചു. ശബ്ദം കേട്ട് സഹനാസും മാതാവും അയൽവാസികളെ വിവരമറിയിച്ചു. നാട്ടുകാർ എത്തിയതോടെ കള്ളന്മാർ ഓടി രക്ഷപ്പെട്ടു. 4:30 സമയത്ത് ഇവിടെ വന്ന് നിൽക്കുകയും അങ്ങോട്ട് നോക്കുകയും പിന്നെ ഇവിടെ പരിസരങ്ങളിൽ 2-3 വീടുകളിൽ കയറി കതവുകൾ ചവിട്ടിപ്പൊളിക്കുകയും ഇവിടെ ഒന്നും നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ആള് പ്രൊഫഷണൽ മോഷ്ടാവാ, അല്ലാതെ സാധാരണ ഒന്ന് കണ്ടിട്ടൊന്ന് കയറിക്കളയാ അങ്ങനെ കയറുന്ന ആളല്ല. സ്ഥിരം കുറ്റവാളിയുടെ, ക്രിമിനൽ കുറ്റവാളിയുടെ ബോഡി ലാംഗ്വേജാ. നാട്ടുകാർ വിവരമറിയിച്ചതിന് പിന്നാലെ പോലീസ് എത്തി. പ്രദേശത്താകെ അരിച്ചുപെറുക്കിയെങ്കിലും കള്ളന്മാരുടെ പൊടി പോലും കിട്ടിയില്ല. പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവരാണ് മോഷ്ടാക്കളെന്നാണ് പോലീസിന്റെ നിഗമനം. 4:30 ചവിട്ടി ഒരു കുറ്റി മേളത്തെ കുറ്റിയായിട്ടുള്ളതാണ്. ഫസ്റ്റിലെ ഒരു ചവിട്ടി സൗണ്ട് കേട്ട് മോനെ ഞാൻ വിളിച്ച് അൽത്താഫയെന്ന് വിളിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ചവിട്ടി ഡോർ തുറന്ന് പെട്ടെന്ന് ലൈറ്റ് ഇട്ട് ഈ ലൈറ്റ് വന്ന് ഇട്ടപ്പോഴത്തേന് ആളിനെ കാണുന്നില്ല. ഡോർ തുറന്ന് കിടക്കുന്നു. യുവാക്കളാണ് മോഷ്ടാക്കളെന്നാണ് സൂചന. ലഹരിക്കടിമകളായവരാണോ മോഷണത്തിന് പിന്നിലെന്നും സംശയമുണ്ട്. പ്രദേശത്ത് മോഷണവും മോഷണശ്രമങ്ങളും പതിവാണെങ്കിലും പോലീസിന്റെ കൃത്യമായ ഇടപെടലുണ്ടാകുന്നില്ലെന്ന പരാതിയുമുണ്ട്. രാത്രികാലങ്ങളിൽ ചാലക്കോട് സ്ഥിരം പോലീസ് പട്രോളിംഗ് വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.